നമസ്കാരം. STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഐശ്വര്യത്തിന്റെ പൊൻകണിയുമായി ഇന്ന് വിഷു. ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും വരവറിയിച്ച് മേടപ്പുലരിയിൽ കൈനീട്ടവും കൊന്നപ്പൂക്കളുമായി വിഷു ആഘോഷിച്ച് മലയാളികൾ. കണ്ണനെ കണി കണ്ടുണരാൻ വിഷുപുലരിയിൽ ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തിയത് ആയിരങ്ങൾ. ക്ഷേത്രത്തിൽ വഴിപാടായി സ്വർണ്ണ കിരീടം സമർപ്പിച്ച് തമിഴ്നാട് സ്വദേശികൾ. പട്ടാമ്പി പള്ളിപ്പുറം തീരദേശപാതയിൽ യുവതിയെ തീകൊളുത്തി കൊലപ്പെടുത്തിയ ശേഷം പ്രതി ആത്മഹത്യ ചെയ്തു. തൃത്താല ആലൂർ സ്വദേശിനി 30 വയസ്സുകാരി പ്രവിയയാണ് മരിച്ചത്. പ്രതി ആലൂർ മൂലത്തൊടി 40-കാരൻ സന്തോഷിനെ വീട്ടിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തി. യുവതിയോടുള്ള പ്രതിയുടെ മുൻവൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്ന് പോലീസ്. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആവേശം പകർന്ന് പ്രധാനമന്ത്രി നാളെ കുന്നംകുളത്ത്. പ്രധാനമന്ത്രി എത്തുന്നത് ആലത്തൂർ, പൊന്നാനി ലോക്സഭാ മണ്ഡലങ്ങളിലെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി സുരക്ഷാ ക്രമീകരണങ്ങൾ ഊർജിതമാക്കി പോലീസ്. വാർത്തകൾ വിശദമായി. ഐശ്വര്യത്തിന്റെയും കാർഷിക സമൃദ്ധിയുടെയും ഓർമ്മ പുതുക്കി ഇന്ന് വിഷു. പുത്തൻ പ്രതീക്ഷകളുടെ പുതുവശ പുലരിയിൽ പൊൻകണിയൊരുക്കി വിഷുവിനെ വരവേറ്റ് മലയാളികൾ. മേടപ്പുലരിയിൽ കണ്ണനെ കണികണ്ടുണരുന്നതോടെയാണ് ഓരോ മലയാളികളുടെയും വിഷു ആഘോഷങ്ങൾക്ക് തുടക്കമാവുന്നത്. കണികണ്ടുണരുന്നവരുടെ മനസ്സ് നിറച്ച് നിറഞ്ഞു കത്തുന്ന നിലവിളക്കിന് മുന്നിലെ സ്വർണ്ണ നിറമുള്ള കൊന്നപ്പൂക്കളും, ശ്രീകൃഷ്ണ വിഗ്രഹത്തിന് മുന്നിൽ കാർഷിക സമൃദ്ധിയുടെ ഓർമ്മപ്പെടുത്തലായി കണിവെള്ളരിയും ഫലങ്ങളും. കണിക്കൊപ്പം കൈനീട്ടം കൂടി ചേരുന്നതാണ് വിഷു ആഘോഷം. കുടുംബത്തിലെ മുതിർന്നവർ കയ്യിൽ വെച്ചു തരുന്ന അനുഗ്രഹം കൂടിയാണിത്. പിന്നെ എല്ലാവരും ഒന്നിച്ചിരുന്നു കൊണ്ടുള്ള സമൃദ്ധമായ സദ്യ, ഒപ്പം പടക്കം പൊട്ടിച്ചും പൂത്തിരി കത്തിച്ചും ആഘോഷങ്ങൾ വേറെയും. കേരളത്തിലെ കർഷകർക്ക് അടുത്ത വാർഷിക വിളകൾക്കുള്ള തയ്യാറെടുപ്പിന്റെ കാലം കൂടിയാണ് വിഷു. ഒപ്പം പുതിയ തുടക്കവും പുതിയ പ്രതീക്ഷയും. വിഷുപുലരിയിൽ കണ്ണനെ കണി കണ്ടുണരാൻ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വൻ ഭക്തജന തിരക്ക്. ആയിരങ്ങളാണ് കണ്ണനെ ഒരു നോക്ക് കാണാനായി ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് എത്തിയത്. പുലർച്ചെ 2:42 വിഷുക്കണി ദർശനം ആരംഭിച്ചു. രാത്രി അത്താഴ പൂജയ്ക്ക് ശേഷം കീഴ്ശാന്തി നമ്പൂതിരിമാർ ക്ഷേത്ര മുഖമണ്ഡപത്തിൽ കണിയൊരുക്കി വെച്ചിരുന്നു. പുലർച്ചെ 2:15 മുഖമണ്ഡപത്തിലെ വിളക്കുകൾ തെളിയിച്ചു. മേൽശാന്തി ശ്രീലകവാതിൽ തുറന്ന് ആദ്യം ഗുരുവായൂരപ്പനെ കണി കാണിച്ചു. നാളികേരമുറിയിൽ നെയ്വിളക്ക് തെളിയിച്ചാണ് ഗുരുവായൂരപ്പനെ കണി കാണിച്ചത്. തുടർന്ന് ഗുരുവായൂരപ്പന്റെ തങ്കത്തിടമ്പ് സ്വർണ്ണ സിംഹാസനത്തിൽ ആലവട്ടം, വെഞ്ചാമരം എന്നിവ കൊണ്ട് അലങ്കരിച്ചു വെച്ചു. സിംഹാസനത്തിന് താഴെയായി ഓട്ടുരുളിയിൽ കണിക്കോപ്പുകളും വെച്ചു. ഗുരുവായൂരപ്പനെ കണി കാണിച്ച ശേഷം കിഴക്കേ ഗോപുരവാതിൽ തുറന്നു. തുടർന്ന് ഭക്തർക്ക് കണി കാണാനുള്ള സൗകര്യവും ഒരുക്കി. കണി ദർശനം കഴിഞ്ഞവർക്ക് മേൽശാന്തി വിഷുക്കൈനീട്ടം നൽകി. 3:42 വരെ ഭക്തർ വിഷുക്കണി ദർശിച്ചു. ശ്രീലകത്ത് മുഖമണ്ഡപത്തിൽ സ്വർണ്ണ സിംഹാസനത്തിൽ പൊൻതിടമ്പും കണിക്കോപ്പുകളും വെച്ചും ഭക്തർക്കുള്ള കണിയൊരുക്കി. ഉച്ചപൂജ കഴിഞ്ഞ് നടയടച്ചാൽ പ്രസാദ ഊട്ടിനുള്ള വരി നിർത്തും. എത്തുന്ന മുഴുവൻ പേർക്കും പ്രസാദ ഊട്ട് നൽകും. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മേടപ്പുലരിയിലെ വിഷുദിനത്തിൽ അടുത്ത വാർഷിക വിളകൾക്കുള്ള തയ്യാറെടുപ്പിൽ കർഷകർ. ജില്ലയിലെ നെല്ലറയായ മാത്തൂർ നല്ലോട് പാടശേഖരത്തിൽ വിഷുദിന പുലരിയിൽ കൊന്നപ്പൂവും നാളികേരവും മറ്റുമായി കർഷകർ കുടുംബസമേതം വയലിലെത്തി. ആദ്യ ചാലിട്ട് വിത്തെറിഞ്ഞു. ഒപ്പം പൂത്തിരി കത്തിച്ചും പടക്കം പൊട്ടിച്ചും കൃഷിയിറക്കലിന്റെ തുടക്കം കർഷകരിലും കർഷക ഭവനങ്ങളിലും ആഹ്ലാദഭരിതമാക്കി. പട്ടാമ്പി പള്ളിപ്പുറം തീരദേശപാതയിൽ യുവതിയെ തീകൊളുത്തി കൊലപ്പെടുത്തിയ ശേഷം പ്രതി ആത്മഹത്യ ചെയ്തു. തൃത്താല ആലൂർ കാങ്കത്തുവടി ശിവന്റെ മകൾ 30 വയസ്സുകാരി പ്രവിയയാണ് മരിച്ചത്. പ്രതി ആലൂർ മൂലത്തൊടി 40 വയസ്സുകാരൻ സന്തോഷിനെ വീട്ടിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തി. ഞായറാഴ്ച രാവിലെ 8 മണിയോടുകൂടിയാണ് സംഭവം നടന്നത്. സ്വകാര്യ ആശുപത്രി ജീവനക്കാരിയായ പ്രവിയ രാവിലെ ജോലിക്ക് പോകുന്ന വഴിയാണ് കൊല്ലപ്പെട്ടത്. വഴിയാത്രക്കാരാണ് യുവതിയെ തീ കത്തിയ നിലയിൽ കണ്ടെത്തിയത്. സമീപത്തൊരു കത്തിയും കിടക്കുന്നുണ്ട്. യുവതിയെ കുത്തിക്കൊലപ്പെടുത്തിയ ശേഷം തീ കൊളുത്തിയതാണെന്നാണ് പോലീസിന്റെ നിഗമനം. സംഭവത്തിൽ പ്രതിയെന്ന് സംശയിക്കുന്നയാളെ പിന്നീട് വീട്ടിൽ ആത്മഹത്യ ചെയ്ത നിലയിലും കണ്ടെത്തി. ആലൂർ മൂലത്തൊടി 40 വയസ്സുകാരനായ സന്തോഷിനെയാണ് വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. നേരത്തെ സന്തോഷ് നടത്തിയിരുന്ന ഫോട്ടോസ്റ്റാറ്റ് കടയിലെ ജീവനക്കാരിയായിരുന്നു മരിച്ച പ്രവിയ. ഇവർ തമ്മിലുള്ള മുൻവൈരാഗ്യമാകാം കൊലപാതകത്തിന് കാരണമെന്നാണ് പോലീസ് സംശയിക്കുന്നത്. പട്ടാമ്പി പോലീസ് അന്വേഷണം തുടങ്ങി. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി.
പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി നാളെ കുന്നംകുളത്ത്. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി പഴുതടച്ച സുരക്ഷയാണ് പോലീസ് ഒരുക്കിയിട്ടുള്ളത്. സുരക്ഷയ്ക്കായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും 3000-ലധികം പോലീസുകാരെയാണ് കുന്നംകുളത്ത് വിന്യസിച്ചിട്ടുള്ളത്. തൃശൂർ റേഞ്ച് DIG അജിത ബീഗം, ജില്ലാ പോലീസ് മേധാവി അങ്കിത് അശോകൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് നഗരത്തിലും സമീപ പ്രദേശങ്ങളിലും സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. നാളെ രാവിലെ 6 മണി മുതൽ 1 മണി വരെ ട്രാഫിക് ഉൾപ്പെടെയുള്ളവരുടെ ട്രയൽ ആരംഭിക്കും. സുരക്ഷാ ഡ്യൂട്ടിക്കായി നിയോഗിച്ച പോലീസുകാർക്ക് കുന്നംകുളം ബദനി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വെച്ച് ഡ്യൂട്ടി കാർഡുകൾ വിതരണം ചെയ്തു. പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തുന്ന വാഹനങ്ങൾ, പോലീസ് വാഹനങ്ങൾ ഒഴികെയുള്ള എല്ലാ വാഹനങ്ങളുടെയും ഗതാഗതം കുന്നംകുളം നഗരത്തിലൂടെ പൂർണ്ണമായും നിരോധിച്ചു. തിങ്കളാഴ്ച രാവിലെ 9 മണിയോടെ കുന്നംകുളം ചെറുവത്തൂർ ഗ്രൗണ്ടിൽ ആലത്തൂർ, പൊന്നാനി ലോക്സഭാ മണ്ഡലങ്ങളുടെ തിരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട പരിപാടികൾ ആരംഭിക്കും. കുന്നംകുളം ശ്രീകൃഷ്ണ കോളേജ് ഗ്രൗണ്ടിൽ ഹെലികോപ്റ്റർ ഇറങ്ങുന്ന പ്രധാനമന്ത്രി 11 മണിയോടെ കുന്നംകുളത്ത് പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി മേഖലയിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ ഗ്യാസ് സിലിണ്ടർ പ്രവർത്തിപ്പിക്കരുതെന്നും ജീവനക്കാർ ID കാർഡുകൾ ധരിക്കണമെന്നും പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തിങ്കളാഴ്ച രാവിലെ 6 മണി മുതൽ ആരംഭിക്കുന്ന സുരക്ഷാ ക്രമീകരണങ്ങൾ വൈകിട്ട് വരെ നീണ്ടു നിൽക്കും. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വഴിപാടായി സ്വർണ്ണ കിരീടം സമർപ്പിച്ച് തമിഴ്നാട് സ്വദേശികൾ. 20 പവനിലേറെ തൂക്കം വരുന്ന കിരീടമാണ് ശനിയാഴ്ച കോയമ്പത്തൂർ സ്വദേശികളായ ഗിരിജയും ഭർത്താവ് രാമചന്ദ്രനും ക്ഷേത്രത്തിലെ ദീപാരാധനയ്ക്ക് ശേഷം സോപാനത്തിൽ സമർപ്പിച്ചത്. 160.35 ഗ്രാം തൂക്കമുള്ള കിരീടത്തിന് ഏകദേശം 13,08,897 രൂപ വിലമതിക്കും. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ, ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ PC ദിനേശൻ നമ്പൂതിരിപ്പാട് തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായി. വിഷുദിനത്തിൽ പട്ടാമ്പി ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിലും വൻ ഭക്തജന തിരക്ക്. കണ്ണനെ കണി കാണാനായി പുലർച്ചെ 4 മണി മുതൽ തന്നെ ക്ഷേത്രത്തിൽ സൗകര്യമൊരുക്കിയിരുന്നു. ക്ഷേത്രം മേൽശാന്തി സജീവൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകളും നടന്നു. മണിക്കൂറുകളോളം വരി നിന്നാണ് ഭക്തജനങ്ങൾ ദർശനം കഴിഞ്ഞ് മടങ്ങിയത്. വേനൽ മഴയും കനിഞ്ഞില്ല. കണ്ണീർച്ചാലായി ഭാരതപ്പുഴ. ഭാരതപ്പുഴ വറ്റി വരണ്ടതോടെ മങ്കര, കോട്ടായി മേഖലകളിൽ ജലക്ഷാമം രൂക്ഷമാണ്. പുഴയോരങ്ങളിൽ കൃഷി ചെയ്യുന്ന മിക്ക കർഷകരും ഭാരതപ്പുഴയിലെ വെള്ളത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. തെങ്ങ്, കവുങ്ങ്, വാഴ, വേനൽക്കാല പച്ചക്കറികൾ എന്നിവയെല്ലാം പുഴയിലെ വെള്ളത്തെ ആശ്രയിച്ചാണ്. പുഴയിലെ വെള്ളം വറ്റിയതോടെ ഇവയെല്ലാം ഉണക്ക ഭീഷണിയിലും ചിലതൊക്കെ കരിഞ്ഞ നിലയിലുമാണ്. പുഴയോരങ്ങളിൽ താമസിക്കുന്ന കുടുംബങ്ങളുടെ കിണറുകളിലെ ജലനിരപ്പ് പാടെ താഴ്ന്നു. ജലാശയങ്ങൾ വറ്റി വരേണ്ട അവസ്ഥയിലാണ്. നിലവിൽ പുഴയിലെ ചില ഭാഗങ്ങളിൽ താഴ്ചകളിൽ ഭാഗികമായി മാത്രമാണ് വെള്ളം കെട്ടിക്കിടക്കുന്നത്. 2 ആഴ്ച മുൻപ് ഞാവളിൻ കടവ് കുടിവെള്ള പദ്ധതിയുടെ പ്രവർത്തനം നിലച്ചതോടെ മങ്കര, കാളികാവ്, സത്രം കടവ് തടയണ തുറന്നുവിട്ടിരുന്നു. 2 ആഴ്ച പ്രവർത്തിക്കാൻ തടയണയിൽ ജലം ലഭ്യമായെങ്കിലും മഴ കനിഞ്ഞില്ലെങ്കിൽ പ്രശ്നം ഗുരുതരമാകാനാണ് വീണ്ടും സാധ്യത. ഞാവളിൻ കടവ് തടയണയിൽ ജലനിരപ്പ് വീണ്ടും താഴ്ന്നതോടെ ജലവിതരണവും നിലയ്ക്കാനാണ് സാധ്യത. കഴിഞ്ഞ ദിവസം സമീപ പ്രദേശങ്ങളിൽ മഴ ലഭിച്ചിരുന്നെങ്കിലും പുഴയിൽ ഒരിറ്റ് വെള്ളം പോലും എത്തിയിട്ടില്ല. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മങ്കര മഞ്ഞക്കര അയ്യപ്പൻ വിളക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിഷുക്കണി ഒരുക്കി. അയ്യപ്പൻ വിളക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തുടർച്ചയായി 4-ാം വർഷമാണ് പൊതുജനങ്ങൾക്കായി വിഷുക്കണി ഒരുക്കി കൈനീട്ടം നൽകുന്നത്. അയ്യപ്പൻ വിളക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച വിഷുക്കണി ഒരുക്കൽ ചടങ്ങിൽ ശിവാനി കൃഷ്ണനായും അവന്തിക രാധികയായും വേഷമിട്ടു. 2 കുരുന്നുകളാണ് വിഷുക്കൈനീട്ടവും വിതരണം ചെയ്തത്. പുലർച്ചെ 5 മണിക്ക് ആരംഭിച്ച വിഷുക്കൈനീട്ട വിതരണം 10 മണി വരെ നീണ്ടു. വിഷു രാവിലെ 5 മുതൽ തൊട്ട് 10 മണി വരെയാണ് ഇത് ആഘോഷിച്ചത്. 1000 പേര് വിഷു വന്നിട്ട് പൈസക്ക് വാങ്ങിയിട്ട് കൈനീട്ടിക്ക് വാങ്ങി പോയിട്ടുണ്ട്. പൊതുജനങ്ങൾക്ക് കണി കാണാനുള്ള സൗകര്യവും ഒരുക്കി. ഏകദേശം 1000-ഓളം പേർക്ക് വിഷു കൈനീട്ടം വിതരണം ചെയ്തു. അയ്യപ്പൻ വിളക്ക് കമ്മിറ്റി ട്രഷറർ MS ഹരിദാസ്, പ്രസിഡന്റ് വിഷ്ണു രാധാകൃഷ്ണൻ, ഉദയകുമാർ, ജോഷി, വിജയൻ, ഭാസ്കരൻ, സേതുമാധവൻ, രൂപേഷ്, സുനീഷ്, പ്രശാന്ത്, ജിൻസി, രമ്യ എന്നിവർ നേതൃത്വം നൽകി. മഞ്ഞക്കര അയ്യപ്പൻ വിളക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇത് 3-ാമത്തെ പ്രാവശ്യമാണ് വിഷുക്കണിയും കൈനീട്ടവും നൽകുന്നത്. വിഷുവിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർഷിക വിളവെടുപ്പ് ദിനമായിട്ടുള്ള ഈ വിഷുദിനത്തിൽ വേറൊരു പ്രത്യേകത, രാവും പകലും ഒന്നാവുന്ന ഒരു ദിനമാണ് വിഷുദിനം. ഇതിന്റെയൊക്കെ ചൂട് പിടിച്ചാണ് ജ്യോതിഷകൾ അല്ലെങ്കിൽ ജ്യോത്സ്യന്മാർ ഒരു വർഷത്തിന്റെ രാശി തന്നെ പ്രഖ്യാപിക്കുന്നത്.
ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല. കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയിൽ കിർമീരവധം കഥകളി അവതരിപ്പിച്ചു. അരങ്ങ് കഥകളി അവതരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പരിപാടി കലാമണ്ഡലം ക്യാമ്പസ് മുൻ ഡയറക്ടർ MPS നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. എങ്ങനെയാണ് ക്ലാസിക്കൽ ആവുന്നത്, എന്തുകൊണ്ടാണ് അത് വീണ്ടും വീണ്ടും ആവർത്തിക്കാൻ അതിൻ്റെ പ്രയോക്താക്കളും അത് ശിക്ഷിക്കുന്നവരും സദസ്സുമൊക്കെ ആഗ്രഹിക്കുന്നു. അപ്പോൾ അതിൻ്റെ മർമ്മം അറിഞ്ഞുകൊണ്ട് ഈ കോട്ടയം കഥകളുടെ ഓരോ രംഗങ്ങളും അത് ഭഗവതായം വേണ്ടിയ ആദ്യം ഭഗവതം എഴുതിയെന്നാണ് പറഞ്ഞത്. പരിപാടിയിൽ കലാമണ്ഡലം രവികുമാർ അധ്യക്ഷനായി. അധ്യാപകരായ കലാമണ്ഡലം തുളസി, കുമാർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് നടന്ന കഥകളിയിൽ ലളിതയായി ഡോക്ടർ കലാമണ്ഡലം സന്ദീപ് മോഹൻ, പാഞ്ചാലിയായി മിഥുൻ നായർ എന്നിവർ വേഷമിട്ടു. കലാമണ്ഡലം BV ബാബു, കലാമണ്ഡലം ഹരീഷ് കുമാർ എന്നിവർ സംഗീതം നൽകി. ചെണ്ടയിലും ഇടയ്ക്കയിലും കലാമണ്ഡലം വിനീഷ്, മദ്ദളത്തിൽ കലാമണ്ഡലം രഞ്ജിത്ത് എന്നിവർ അകമ്പടിയായി. നിരവധി വിദേശികളും കഥകളി പ്രേമികളും കഥകളി കാണാൻ എത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. ഐശ്വര്യത്തിന്റെ പൊൻകണിയുമായി ഇന്ന് വിഷു. ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും വരവറിയിച്ച് മേടപ്പുലരിയിൽ കൈനീട്ടവും കൊന്നപ്പൂക്കളുമായി വിഷു ആഘോഷിച്ച് മലയാളികൾ. കണ്ണനെ കണി കണ്ടുണരാൻ വിഷുപുലരിയിൽ ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തിയത് ആയിരങ്ങൾ. ക്ഷേത്രത്തിൽ വഴിപാടായി സ്വർണ്ണ കിരീടം സമർപ്പിച്ച് തമിഴ്നാട് സ്വദേശികൾ. പട്ടാമ്പി പള്ളിപ്പുറം തീരദേശപാതയിൽ യുവതിയെ തീകൊളുത്തി കൊലപ്പെടുത്തിയ ശേഷം പ്രതി ആത്മഹത്യ ചെയ്തു. തൃത്താല ആലൂർ സ്വദേശിനി 30 വയസ്സുകാരി പ്രവിയയാണ് മരിച്ചത്. പ്രതി ആലൂർ മൂലത്തൊടി 40-കാരൻ സന്തോഷിനെ വീട്ടിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തി. യുവതിയോടുള്ള പ്രതിയുടെ മുൻവൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്ന് പോലീസ്. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആവേശം പകർന്ന് പ്രധാനമന്ത്രി നാളെ കുന്നംകുളത്ത്. പ്രധാനമന്ത്രി എത്തുന്നത് ആലത്തൂർ, പൊന്നാനി ലോക്സഭാ മണ്ഡലങ്ങളിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി സുരക്ഷാ ക്രമീകരണങ്ങൾ ഊർജിതമാക്കി പോലീസ്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.